എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് വലിച്ചയച്ചുകൊണ്ട് ഇവിടെ വന്നത് അവൻ്റെ ചിറ്റപ്പനും മോക്കും പേടിയുണ്ട്. മോക്കിൻ്റെ പ്രതികാരമായിട്ടാണ് അടുത്തോട്ട് വന്നപ്പോൾ ഇവൻ എൻ്റെ മുഖത്തടിച്ച് തന്നെ ഹെൽമെറ്റെടുത്ത് തന്നെ മണ്ടയ്ക്ക് അടിച്ചു. മണ്ണിൽ തറയിൽ അമർത്തി വെച്ച് ഇതൊരു ചെന്നൈയിലേക്ക് പോയിട്ട് വരെയായിരുന്നു. അപ്പോഴേ ഞാൻ ഒരുത്തനെ പിടിച്ച് ഒരുത്തനെ ഓടിക്കളഞ്ഞു. മൂത്രമായിരിക്കാം, മൂത്രം തന്നെ. അവരുടെ പാട്ടിടാന്ന് പറഞ്ഞ് ഒരു കൊച്ചു പയ്യനാണ് അവൻ. എന്നിട്ടും അവൻ്റെ ആ രീതി അങ്ങനത്തെയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരൂരിൽ നടന്ന സംഭവം അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സിനിമയുടെ തിരക്കഥയെ വെല്ലുന്ന രീതിയിലായിരുന്നു സംഭവം. 4 വർഷം മുമ്പ് ഒരു വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് വർക്കല വടശ്ശേരിക്കോണം സ്വദേശിയായ പെൺകുട്ടിയുടെ പിതാവിനെയും സഹോദരനെയും ആസൂത്രിതമായി ഒരു സംഘം ആളൊഴിഞ്ഞൊരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ പ്രത്യേകം സജ്ജീകരിച്ച റൂമിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി മണിക്കൂറുകളോളം മർദ്ദിക്കുകയായിരുന്നു. പ്ലെയറും സ്പാനറും ഒക്കെ ഉപയോഗിച്ച് മണിക്കൂറുകളായിരുന്നു പീഡനം. ശേഷം അമ്മയെ കൂടി വിളിച്ചു വരുത്തണമെന്ന് പറയുകയും വളരെ കഷ്ടിച്ചാണ് ഇവർ പിന്നീട് രക്ഷപ്പെടുന്നത്. ഒളിവിലായിരുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിലായിരുന്ന അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? അതായത് 3 വർഷത്തിന് മുമ്പായിട്ട് ഈ സുധീഷ് എന്ന് പറഞ്ഞ പയ്യൻ എൻ്റെ മകളെ പെണ്ണാലോചിച്ച് വന്നത്. അത് ഇവിടെ വീട്ടിൽ വന്ന് കണ്ട് അങ്ങ് പോയി. അതിനുശേഷം ഇതെല്ലാം പെണ്ണിരിക്കുന്നിടത്തൊരു പയ്യൻ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ പോയി അന്വേഷിക്കാൻ പോയപ്പോഴത്തേക്ക് ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിൽ ഇവിടെ വന്നത് അവൻ്റെ ചിറ്റപ്പനും ഈ പയ്യനും കൂടെയൊക്കെയാണ് വന്നത്. 2-3 പേരുണ്ടായിരുന്നു. പെണ്ണ് വന്നത്. അങ്ങനെ ഞാൻ ഇത് വന്ന് കണ്ടിട്ട് പോയതിനു ശേഷം ഞാൻ അവിടെ പോയി തിരക്കിയപ്പോഴത്തേക്ക് തന്തയ്ക്കൊന്നും അത്ര ഇതില്ല. ചെറുക്കനായിട്ടൊരു ജമ്യതല്ല. പിന്നെ ചെറുക്കൻ്റെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ചെറുക്കന് അത്ര പോരാ. അന്വേഷിച്ചപ്പോഴത്തേക്ക് അത്ര പോരാ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വീട്ടടുത്ത് പറഞ്ഞ് അപ്പോൾ നമുക്കത് വേണ്ടെന്ന് തന്നെ വയ്ക്കാം, ശരിയാവത്തില്ല. അതുമല്ല കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ വേണ്ടെന്ന് വെച്ച് അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇപ്പം അവൻ അപ്പോഴേ അന്നേ ഫസ്റ്റ് പെണ്ണ് കാണാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ മനസ്സിൽ വെച്ച് ഈ 3 വർഷം കൊണ്ട് അവൻ എന്തൊക്കെ മനസ്സിൽ മനക്കോട്ട കെട്ടി. അവനല്ലേ അറിയാവോ അത് എന്താണ് ഏതാണെന്ന്. അപ്പം അവനങ്ങ് കൂടുതലങ്ങ് ഇഷ്ടപ്പെട്ട് കാണും. അതിപ്പോൾ നമുക്കറിയത്തില്ലല്ലോ, നമ്മളന്നേ അതങ്ങ് കളഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഒരു 1-1.5 മാസത്തിന് മുമ്പായിട്ട് എന്നെ ജോലിക്ക് വിളിച്ച്, അത് വേറൊരു മുസ്ലിമിൻ്റെ പേര് പറഞ്ഞ് മൊബൈൽ കൂടെ വിളിച്ച് അല്ല ഇവിടെ വന്ന് ഇവിടെ 2 പ്രായമുള്ള 2 പേര് വന്നിട്ട് പറഞ്ഞ് മേശിരി വീടാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് ഇല്ലേന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കൊണ്ട് ഒരു നമ്പരും കൊടുത്തിട്ട് പോയി. അങ്ങനെ ഞാൻ ജോലി തീർന്ന് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് ഒരു പണി ഒന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഷംനാഥാണ് ഈ ഫോൺ എടുത്ത വ്യക്തി, ഷംനാഥാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ കൊച്ചാപ്പ ആരം കണ്ടാണ് ഇതിൻ്റെ ഈ വീട്. അങ്ങനെ പുള്ളിക്കാരൻ ഹെൽപ്പിലാണ്. അതുകൊണ്ടാണ് ഹെൽപ്പിലുള്ള ആളിന് മേശിരി അറിയാം. ഞാൻ വീട്ടിൻ്റെ കെട്ടിടപ്പണിയാണ്. ഈ ഷംനാഥ് എന്ന് പറഞ്ഞ പുള്ളിയാണ് എടുത്തത്. പക്ഷേ ഷംനാഥ് എന്ന് പറഞ്ഞ ഒരു പേര് മാറ്റി എന്നെ വിളിച്ചതായിരിക്കണം. അങ്ങനെ ഞാൻ വൈകിട്ട് വിളിക്കുന്നു. രാവിലെ ഈ പണി നോക്കാൻ ചെല്ലുമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ നിന്ന് പണി നോക്കാൻ പോകുന്നു. അപ്പോൾ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ആൾ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 പേരും അങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് അവർ വന്ന് ചോദിച്ചു, മേശരിയല്ലേ അനിമേശരിയല്ലേ? അതേന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു പയ്യനും ഇത്തിരി പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു. ഇവർ 2 പേരും എൻ്റെ വണ്ടി കൂടെ തന്നെ കയറി പണി സൈറ്റ് കാണിക്കാൻ വന്നു. അപ്പോൾ ഞാൻ വെളിയിൽ നിന്നൊക്കെ പണി ഇതൊക്കെ കംപ്ലീറ്റ് നോക്കിയിട്ട് ആ പയ്യനെ വിളിച്ച് ആദ്യം ഞാൻ മൊബൈൽ വിളിച്ച പയ്യനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഞാൻ ഒരു റേറ്റും പറഞ്ഞ്. അപ്പോൾ ആ റേറ്റിൽ അവർ സമ്മതിച്ച്. അപ്പോൾ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്ന് 1-1.5 മാസത്തിന് മുമ്പായിട്ടാണ്. അതിനുശേഷം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇതിൻ്റെ ആൾ വെളിയിലാണ്, പുള്ളിക്കാരൻ പൈസ അയച്ചുകൊണ്ട് നമ്മൾ പണി തുടങ്ങാമെന്ന് പറഞ്ഞു. ആ രീതി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേശിരി പൈസ
ഫോണിൽ തന്നെ നേരിട്ട് തന്നെ. ആ പയ്യനെ കണ്ടില്ല. ആ പയ്യൻ എന്തോ കച്ചവടം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ച പയ്യൻ. ഷംനാഥാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കച്ചവടമുണ്ട്, അതുകൊണ്ട് എന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞ് അപ്പോഴാണ് പൈസ വന്നുകൊണ്ട് തലയ്ക്കുന്ന ദിവസം തന്നെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് രാവിലെ ഒരു 7-7:15 ആയപ്പോഴത്തേനും ഒന്നുകൂടെ വിളിച്ച് ശരി ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഞാൻ ബാങ്കിൽ പോകും, പൈസ എടുത്തിട്ട് വരാം, അപ്പോഴത്തേക്ക് മേശിരി അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ രാവിലെ എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. അപ്പോൾ അവിടെ തന്നെ ഈ അന്ന് വന്ന 2 പേരിൽ ഒരു പയ്യൻ, ആ കൊച്ചു പയ്യൻ അവിടെ നിന്ന്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവനെ അന്ന് കണ്ട ആ ഒരു ഇതിൽ അപ്പോഴെ തന്നെ എൻ്റെ കണ്ടിട്ടില്ല, ഈ 2 പ്രാവശ്യം ഞാൻ കാണുന്നുള്ളൂ. അപ്പോഴെ തന്നെ എൻ്റെ വണ്ടി വന്ന് കയറിയിട്ട് അവൻ പറഞ്ഞ് മേശിരി ഇന്നലെ മറ്റേ ഷംനാഥ് പണിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് അകത്ത് അലമാരയൊക്കെ കെട്ടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ എല്ലാം ചെയ്യാം, ഞാൻ പറഞ്ഞ റേറ്റും ഒക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ ചെന്ന് ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് അവനൊരു ഇങ്ങനെ ഒരു പ്രവൃത്തിക്കാരനാണെന്ന് ഒന്ന് വലിയ കാര്യത്തിൽ സംസാരിച്ചും പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു നല്ല ഇതാണല്ലോ. അവിടെ ചെന്ന് വണ്ടി വെച്ചിട്ട് ഞാൻ ഹെൽമറ്റും കയ്യിലെടുത്ത് ഞാൻ ഇറങ്ങി പോകുന്നു. ഇവൻ മുമ്പേ പോകുന്നു. ഞാൻ അവിടെ ചെന്ന് വീട്ടിൻ്റെ നടയിൽ ചെന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് മേശിരി അകത്ത് അലമാര കെട്ടാനായിട്ട് വരച്ച് കെട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറിയപാടെ ഇത് ഈ പയ്യൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ഒരാൾ പറയുന്നത് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് സുധീഷ് എന്ന് പറഞ്ഞ പയ്യൻ എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് യവനാണ്. അങ്ങനെ അപ്പോഴേ തന്നെ ഞാൻ ഇവൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തടിച്ച് ഇങ്ങനെ അടുത്തോട്ട് വന്ന് സംസാരിച്ച് പറഞ്ഞാൽ ഇങ്ങനെ തല വിളിക്ക് അടുത്തോട്ട് വന്നപ്പോൾ തന്നെ ഇവൻ എൻ്റെ മുഖത്തടിച്ച് എന്നെ ബാക്കിലോട്ട് തള്ളിക്കൊണ്ടുപോയി. അപ്പോഴേ തന്നെ ബാക്കി അപ്പുറത്ത് നിൽക്കുകയായിരുന്നു ബാക്കിയുള്ളവർ, ആളുകളുണ്ടായിരുന്നു. അവരെന്നെ വന്ന് അപ്പോഴേ വന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാലും വെട്ടിച്ച് മാറാൻ നോക്കി. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിരുന്ന ഹെൽമെറ്റ് തറയിൽ വീണ്. അതിൽ നിന്ന് ഒരുത്തൻ തന്നെ ആ ഹെൽമെറ്റ് എടുത്തിട്ട് എന്നെ മണ്ടയ്ക്ക് അടിച്ചു. അപ്പോഴേ ഞാൻ കമന്ന് പോകുന്നു. പിന്നെ അവരാക്രമം തന്നെയായിരുന്നു. പിന്നെ എൻ്റെ കൈയും കാലും ഇല്ലാതുള്ള അടിയായിരുന്നു, ക്രൂരമായിട്ട് മർദ്ദനമായിരുന്നു. എന്നിട്ട് എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് വലിച്ചയച്ചുകൊണ്ട് അവർ അതിനായിട്ടൊരു സെപ്പറേറ്റായിട്ട് നമുക്ക് വേണ്ടി ഒരു റൂമൊക്കെ റെഡിയാക്കി ഇട്ടേക്കായിരുന്നു. ഹാളിനകത്ത് വലിച്ചയച്ചുകൊണ്ട് പോകുമായിരുന്നു. റൂമൊക്കെ റെഡിയാക്കി ഇട്ടേക്കുന്നു. അതിനകത്ത് 2-3 നല്ല കമ്പിയുണ്ട് കുഴിച്ച് വെച്ചിട്ട് അത് അവിടെ ഊക്കൊക്കെ ഫിറ്റ് ചെയ്ത്, തറയിൽ ഊക്കൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടി, നമ്മളെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള രീതി തന്നെയായിരുന്നു അവൻ്റെ കെട്ടിയിടാൻ വേണ്ടി. എൻ്റെ കാല് ആ ഊക്കിൽ തന്നെയാണ് എൻ്റെ കാല് കെട്ടിയിട്ടത്. ഈ കമ്പിയിൽ ബാക്കിൽ കൈ പിടിച്ച് കെട്ടിയിട്ട് ചങ്ങല വെച്ച് വരഞ്ഞ് കെട്ടിയിട്ട് അതിൽ പൂട്ടി ആണ്. എനിക്ക് സിനിമയിൽ കാണുന്ന അതേ രീതി തന്നെയായിരുന്നു. എന്നെ അത്രയ്ക്ക് അങ്ങ് ക്രൂരമായിട്ട് എന്നെ മർദ്ദിച്ചു. ഞാൻ അവശനായി, നിലവിളിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ തല പിടിച്ച് മണ്ണിൽ തറയിൽ അമർത്തി വെച്ചിരുന്നു. ബാക്കിയുള്ളൊരു കാലും കൈയും കെട്ടിയിട്ടതിന് ശേഷം എൻ്റെ വായം കൂട്ടിപ്പിടിച്ച് കെട്ടിയതിന് ശേഷം വലിച്ചയച്ചുകൊണ്ട് കൊണ്ടുവന്ന് അവിടെ കമ്പിയിൽ കെട്ടിയതിന് ശേഷം വീണ്ടും 1-2 കമ്പി കൂടെയൊക്കെ എടുത്ത് അതിൽ ആ കമ്പിയിൽ കൂടെയൊക്കെ വെച്ച് കെട്ടി വരഞ്ഞ് ടേപ്പൊക്കെ ഒട്ടിച്ച് വായിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് ശബ്ദം പുറത്തു വരാതിരിക്കാനായിട്ട്. എങ്ങനെയാ വാക്യം കൊണ്ട് എനിക്ക് വായിൽ കൂടെ ശകലം ശ്വാസം കിട്ടി. അല്ലെങ്കിൽ ഞാൻ വൈകിട്ടല്ല ഞാൻ തീർന്നു. അത് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്തിനാണ് അത് കെട്ടിവെച്ചാണ് ഞാൻ ചോദിക്കാൻ പറ്റില്ല. അതിനു മുമ്പായിട്ട് ഞാൻ കയറി ഈ പയ്യൻ അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ വരപ്പോഴത്തേക്ക് മറ്റേ ഈ പയ്യൻ വിളിച്ച പയ്യൻ വരപ്പോഴേ എനിക്ക് ചോദിക്കാമല്ലോ ഇതെന്തിനെ കെട്ടിയണെന്ന് ചോദിക്കാമല്ലോ. ഇതിനകത്ത് വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്തിനാ കെട്ടിയെന്ന് ചോദിക്കുക എന്നുള്ള ഇതിലേക്ക് ഞാൻ അകത്തോട്ട് കയറി പോയിട്ട് ഈ പണി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ബാക്കിൽ വന്നിട്ട് ചോദിച്ച് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് കത്തിയപ്പോൾ എന്തിനിവിടെ വന്നത്. ഇത് എന്നെ കെട്ടിയിട്ടതിന് ശേഷം പ്ലെയർ എടുത്തിട്ട് അതിലൊരു പയ്യൻ ലാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, ബാക്കിയുള്ളവരെല്ലാവരും എന്നെ മർദ്ദിച്ചു. പക്ഷേ ഈ ലാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ പയ്യനാണ് എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അധികവും നോവിച്ചത് ആ പയ്യനാണ്. കമ്പി കൊണ്ട് ചെവിക്ക് കുത്തുകയും പുറത്ത് കുത്തുകയും കവളത്ത് കൈ കൊണ്ട് അടിക്കുകയും. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ പയ്യൻ പറയുന്നത് വെച്ചാൽ എന്തോ അവൻ അപ്പോഴേ മൈൻഡില്ലാത്ത രീതിയിലേക്കുള്ള സംസാരമായിരുന്നു അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
നിൻ്റെ അടുത്തൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, എൻ്റെ അവസ്ഥ എനിക്ക് അറിയാവൂന്ന് പറഞ്ഞിട്ട് ഒരു വിരുദ്ധമായ രീതിയിലുള്ള സംസാരം തന്നെ സംസാരിച്ചത്. മറ്റേ ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ സംസാരമാണ്. അപ്പം എനിക്ക് മനസ്സിലായി. അതെ, അവരുടെ അപ്പോഴേ ഒന്നും പറഞ്ഞാലെന്ന് ഇരിക്കത്തില്ല, ആ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മുഖത്തൊക്കെ അടിക്കുന്നുണ്ട്. സുധീഷ് അപ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ള രീതിയാണ്. എൻ്റെ അവസ്ഥ എനിക്കേ അറിയാവൂ, ഞങ്ങളെന്ത് കാണിച്ചാന്നൊന്നും അറിയത്തില്ല. അപ്പം ആ രീതിയിലാണ് പറയുന്നത്. അവനെ അറിയാവൂ എന്താണെന്ന്. പക്ഷേ ഇത് 3 വർഷം മുമ്പായിട്ട് വന്ന് കണ്ട് യാതൊരു ഇതുമില്ല, ഒരു പരിചയമൊന്നുമില്ല, ഒന്നുമില്ല, അറിയത്തുമില്ല. അത് കഴിഞ്ഞ ശേഷം ഒത്തിരി 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും 2 പയ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ വീട്ടിൻ്റെ അവിടെ വന്ന് കറങ്ങിയപ്പോഴത്തേക്ക് അന്ന് ഞാൻ ഇതൊരു ചെന്നൈയിലേക്ക് പോയിട്ട് വരെയായിരുന്നു. ആ സമയം മോളവിടെയായിരുന്നു. അപ്പോൾ വൈകിട്ട് വന്ന സമയത്താണ് ഇവിടെ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് കയറി. വൈകിട്ട് ഇവിടെ വന്ന സമയത്തായിരുന്നു ഈ 2 പയ്യന്മാരോട് കറങ്ങിയത്. അപ്പം നമുക്ക് ഡൗട്ട് തോന്നി. അങ്ങനെ ഞാൻ പിടിച്ചു നിർത്തി. എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് എന്നോല സുധീഷ് എന്ന് പറയുന്ന പയ്യൻ അന്ന് തിരക്കുന്ന് അങ്ങോട്ട് മറ്റേ ഇവിടെ ഈ മംഗലത്ത് മുക്കുന്ന തെറ്റിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിണ്ടാ? അപ്പോഴത്തേക്ക് അമ്മർക്ക് വെപ്രാളം തുടങ്ങി, ഏതാമെന്ന്. അപ്പോഴേ ഞാൻ ഒരുത്തനെ പിടിച്ച് ഒരുത്തൻ ഓടിക്കളഞ്ഞു. നമുക്ക് പന്തിയെടുത്ത് തോന്നി. അപ്പോൾ ഒരുത്തനെ പിടിച്ച് അപ്പോഴെ തന്നെ പിള്ളേരൊക്കെ കൂടി ഒരു വണ്ടി വിളിച്ച് അപ്പോഴേ വർക്കല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യം പറഞ്ഞ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ എഴുതി കൊടുത്ത്. അപ്പോൾ അന്ന് പയ്യന് പ്രായമായില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കോളി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ചൊന്നും സീരിയസ് ആയിട്ട് അവരും കണ്ടില്ല. ഇല്ല, അവൻ അങ്ങനെ പിന്നെ ശ്രമിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ അന്ന് വന്നപ്പോഴത്തേക്ക് 2 പയ്യന്മാര് വന്നപ്പോഴത്തേക്ക് വേറെ കാറിലും ആളുണ്ടായിരുന്നെന്ന് പിന്നെയാണ് നമ്മൾ അറിഞ്ഞ്. കാറിലും ഇങ്ങനെ ആള് അവിടെ റോഡിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു, പരിചയമില്ലാത്ത വണ്ടി നിൽപ്പുണ്ടായിരുന്നു. ഇവനെ പിടിച്ചതിന് ശേഷം ആട്ടോയിൽ കയറ്റിയിരുന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത വണ്ടി നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് പാഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതാരാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇവൻ്റെ എവരിലുള്ള ഗ്യാങ്ങാണ് എന്നും അറിയത്തില്ല. തീർക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞത്. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് നിന്റെ മോനെ കൊണ്ടുവരും, നിങ്ങളെ 4 പേരെ എൻ്റെ കസ്റ്റഡിയിൽ എനിക്ക് വേണം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ളതായിരുന്നു അവൻ്റെ. കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ജോലിക്ക് വന്നതാണ്, നമ്മൾ ജോലി ചെയ്തിട്ട് ഞങ്ങൾ പോകും. പിന്നെ സുധീഷ് എന്തെങ്കിലും അവന് ദേഹമെല്ലാം തോന്നുകയാണെങ്കിൽ എന്നാലും നമ്മൾ തീർക്കാനുള്ള നമ്മൾ തീർക്കും. എൻ്റെ അടുത്ത് അവിടെ കെട്ടിയിട്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അവർ പയ്യൻ കേബിളൊക്കെ കെട്ടി വെച്ച് വയറ് മറ്റേ ഇത് ഒരു കമ്പി കണക്കത്തെ കേബിളൊക്കെ കെട്ടി പിന്നെ റോപ്പ് വെച്ച് കെട്ടി അതിനുശേഷം ടേപ്പ് ഒട്ടിച്ച് അവരുടെ എനിക്ക് ശകലം ശ്വാസം കിട്ടിയതിൻ്റെ പേരിൽ ഇവർ എന്നെ പിടിച്ച് ശേഷം അപ്പോഴേ അടി തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുത്തൻ അവരുടെ പാട്ടിടാന്ന് പറഞ്ഞ് ഒരുത്തൻ പോയിട്ട് അത് പാട്ടിട്ട് നല്ല ഉച്ചത്തിലുള്ള വോളിയം കൂട്ടിയും വെച്ച്. അപ്പോൾ അടുത്തുള്ളവർക്ക് അറിയത്തില്ലല്ലോ, ഇവർ ഇതിനു മുമ്പേ അവരെ ബന്ധുവിൻ്റെ വീട് കണ്ടാണ്. അപ്പോൾ ഇതിനു മുമ്പേയൊക്കെ അവിടെ വരുന്നതെന്നുള്ള ഇതിൽ അവരും ഗവനിച്ച് കാണത്തില്ല. അടുത്ത് അതിൻ്റെ മുകളിലോട്ട് വീടുണ്ട്, പക്ഷെ ഇതൊരു കുഴി ഭാഗത്താണ് വീട്. മകനെ വിളിച്ചു വരുത്താൻ പറഞ്ഞ് എന്നെ കെട്ടിയിട്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ നിൻ്റെ മകനെ വിളിയിടാന്ന് പറഞ്ഞു. എൻ്റെ മോനെ വിളിച്ചിട്ട് നീ വിളിക്കുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും പാട്ട് വല്ലതും നിൻ്റെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നിന്നെ അപ്പോഴേ തീർത്തുകളയും, അതുകൊണ്ട് കറക്റ്റ് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ അവശനായിരിക്കില്ല, 1-2 പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റിപ്പോയി. അപ്പോൾ 1-2 പ്രാവശ്യം അവർ റിഹേഴ്സൽ എടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതുകൊണ്ട് ഇവൻ ശരിയാവത്തില്ല, ഇവനെ തട്ടിക്കളയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞ പയ്യൻ ഒന്നുകൂടെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾ പറഞ്ഞു തരണക്ക് നീ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതേപോലെ മാത്രം പറയാൻ പറഞ്ഞു. അങ്ങനെ അവന്മാർ പറഞ്ഞ് നിനക്ക് സുഖമല്ല, അപ്പം സൈറ്റിൽ വരെ വരണം, പെട്ടെന്ന് തന്നെ വരണം എന്ന് മാത്രം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ നിന്നാണ് മോനെ വിളിക്കുന്നത്. അപ്പോൾ അവൻ വിചാരിച്ച് അച്ഛൻ വിളിക്കുകയല്ലേ
ശരീര സുഖമില്ലാതെ അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ വിളിക്കുന്നത്. രാവിലെ വെച്ചാൽ 10 മണി കഴിഞ്ഞ് അപ്പോഴേ പിന്നെ എൻ്റെ മൂലം അങ്ങ് വാങ്ങിച്ചിട്ട് ഇവർ അവിടെ നിന്ന് 2 പേര് എൻ്റെ വണ്ടിയും എടുത്ത് അവരിൽ ഒരു വണ്ടിയും പിന്നെ അവർ 2 പേരായിട്ടാണ് ഇവിടെ വന്നത്, മോനെ വിളിക്കാനായിട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ മോൻ്റെ അടുത്ത് അപ്പോൾ അവരിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവരും വിളിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് റെഡിയാവും, നമ്മളിത് അങ്ങോട്ട് വരുന്നു എന്ന് അവരും വിളിച്ച്. അവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ വണ്ടി കണ്ടപ്പോഴത്തേക്കും മോൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞു വിടണമല്ലോ, വേറൊരു വണ്ടി അല്ലല്ലോ, അച്ഛൻ്റെ വണ്ടിയാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ മോൻ വിചാരിച്ചു തന്നെ. അങ്ങനെയാണ് അവൻ കയറിയപ്പോഴത്തേക്ക് തന്നെ അപ്പോഴേ എനിക്ക് അവനൊരു പന്തികേട്. അപ്പോഴേ തോക്കിൻ്റെ ഒരു ഇത് അവന് തോന്നി. അങ്ങനെ ഈ ദേഹത്ത് ഇങ്ങനെ എന്തോ ഇങ്ങനെ വെച്ച് അപ്പോഴത്തേക്കും ഒരു പന്തികേട്. അവിടെ വന്നപ്പോഴത്തേക്കാണ് ഇവൻ്റെ വയറ്റത്ത് മറ്റേ ലാൽകൃഷ്ണൻ എന്ന് പറഞ്ഞ പയ്യൻ ഒരു അടിയടിച്ചിട്ട് അപ്പോഴത്തേക്ക് സുധീഷ് എന്ന് പറഞ്ഞു നിനക്കൊരു കാര്യം കാണിച്ചില്ല കയറി വാന്ന് പറഞ്ഞു. ഇവനെ വെറുതെ കൊണ്ടുവന്നാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു അടി കൊടുത്തത് വയറ്റത്ത്. നല്ല രീതിക്ക് ഒരു ഇടി കൊടുത്തു. എന്നിട്ട് വന്ന് നിനക്കൊരു കാര്യം കാണിച്ചിടാന്ന് പറഞ്ഞിട്ട് കയറ്റിയപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങനെ അവശനായി കെട്ടിയിട്ട നിലയിൽ ഇങ്ങനെ ഇരുന്നത്. അപ്പോഴത്തേക്ക് ഇവൻ അങ്ങ് പേടിച്ചു പോയി. എന്തിനാണ് ഏതിനാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇവൻ പറഞ്ഞ് അണ്ണാ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ്. നിന്നൊന്നും ചെയ്യത്തില്ല നിന്നൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെയും കൈയും കാലും പിടിച്ചും കെട്ടിയിട്ടതിന് ശേഷം അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇവർ ചോറിന് പറഞ്ഞിട്ടിരുന്നു. 1-2 പേര് ചോറ് വാങ്ങാൻ പോയിരുന്നു. അപ്പോൾ ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അത്രയും സമയം കൂടെ എടുത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ കൈയും കാലും കെട്ടിയിട്ടേ അത്രയും സമയം കൂടെ പോയി. ചോറൊക്കെ തിന്നിരുന്നിട്ട് ഇനി നിൻ്റെ ഭാര്യനെ വിളിക്കുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ വിളിച്ചാൽ വരത്തില്ല, കാരണം വെച്ചാൽ നമ്മൾ 2-3 മാസമായി നമ്മൾ ഒരു ചെറിയ പിണക്കത്തിലാണ്. അപ്പോൾ തോന്നി എന്നങ്ങ് പറഞ്ഞ് പിണക്കത്തിലാണ്, അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാ നീ വിളിടാന്ന് പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞ് ഞാൻ വിളിച്ചാൽ വരത്തില്ല, ഞാൻ പോയി വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വരും, എൻ്റെ കൂടെ വരും, ഉറപ്പായിട്ട് വരും, അല്ല ഞാൻ വിളിച്ചാൽ വരത്തില്ലെന്ന്. അപ്പോഴാണ് അവർക്കൊരു നീ ഒരു പാൾട്ടും കാണിക്കത്തില്ലല്ലോ, എങ്കിൽ അച്ഛൻ അവിടെ തീർക്കും എന്നാണ് അവർ മറ്റേ ഈ കൊണ്ടുവന്ന പയ്യൻ അവർ പറയുന്നത്. ഇവനെ സുധീഷല്ല മറ്റവനാണ് പറയുന്നത്. അങ്ങനെ ഇല്ല ഞാൻ കൊണ്ടുവരണം, ഡൗട്ട് അടിച്ചാൽ അച്ഛൻ എന്നെ തീർക്കുമെന്നാണ് പറഞ്ഞത്. മറ്റേ പയ്യൻ്റെ ഒരു പിച്ചത്ത് കത്തിയിരിക്കുന്നു. അപ്പോൾ അത് വെച്ചും കൊണ്ടാണ് ഇങ്ങനെ ഉണ്ട്, കയ്യിലുണ്ട് വടിയും കമ്പിയൊക്കെ ഉണ്ട് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ മോൻ്റെ കെട്ടഴിക്കുന്നു, മോൻ്റെ കയ്യിലും കാലും കെട്ടഴിച്ചിട്ട് അവനെ പുറത്തിറക്കുന്നു. അപ്പോഴത്തേക്ക് 2 പേരെ അവിടെ നിർത്തിയിട്ട് അവനെ കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അപ്പോഴേ അവൻ ഒരു ബുദ്ധി കടത്തി. കാരണം വെച്ചാൽ എന്താണ് എന്നെ സംഭവിക്കാൻ പോണെന്ന് അറിയാൻ വയ്യല്ലോ. ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അതുകൊണ്ട് അവ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവരുമായിട്ട് ഭയങ്കര സ്നേഹത്തോട് അതുവിധം പറഞ്ഞ് അവരെ കൈക്കലെടുത്തുകൊണ്ടാണ് വരുന്നത്. മോൻ എന്തെങ്കിലും രീതിയിൽ പ്രശ്നം അവിടെ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നിന്നെ തീർക്കും, നമ്മൾ ജോലിക്കാണ് വന്നത്, നമ്മൾ ജോലിയും കഴിഞ്ഞ് പോകും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കവളത്ത് വന്ന് അടിക്കുകയും ആ പിച്ചാത്തേച്ച് കഴുത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും കമ്പിയൊക്കെ ചെവിയിലിട്ട് കുത്തുകയും പുറത്ത് കമ്പിയൊക്കെ ഇട്ട് കുത്തുകയും ഒക്കെ ചെയ്ത്. ഈ ലാൽകൃഷ്ണൻ എന്ന് പറഞ്ഞ പയ്യൻ കൂടുതൽ ഉപദ്രവിച്ച അവൻ തന്നെയാണ്. അവന് കാണിച്ച സന്തോഷമായിട്ട് അവർ ചിരിച്ച് സന്തോഷം അവന് അതെ ഒരു രസമായിട്ടാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത്. ആസ്വദിക്കുന്നുണ്ട്. അപ്പോഴേ ഞാനെല്ലാം മാണ്ട ഇങ്ങനെ കിടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ഇത് വന്നത്. അങ്ങനെ എനിക്ക് അങ്ങ് ദാഹിച്ചു പോയി, നാക്കൊക്കെ അങ്ങ് മുരടിച്ച്. അങ്ങനെ ഞാൻ ഒത്തിരി വെള്ളം ചോദിച്ചപ്പോൾ നിനക്ക് ഇപ്പം വെള്ളം തേടാൻ മറ്റേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ വെള്ളം ചേർത്ത് തന്നെ തെറി വിളിച്ച് തന്നെ സംസാരിക്കുന്ന ആ പയ്യൻ, കൊച്ചു പയ്യനാണ് അവൻ. എന്നിട്ടും അവൻ്റെ ആ രീതി അങ്ങനത്തെയാണ്. അങ്ങനെ അവൻ നിനക്കിപ്പോൾ വെള്ളം കൊണ്ട് തരാടാന്ന് പറഞ്ഞിട്ട് അങ്ങ് വെളിയിൽ ഇറങ്ങിയിട്ട് കുപ്പിയിൽ മൂത്രമായിരിക്കാം, മൂത്രം തന്നെ കൊണ്ടുവന്ന് എൻ്റെ വായക്കത്ത് ഇങ്ങനെ ഒഴിച്ചു തന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയല്ലേ. അങ്ങനെ കുഴഞ്ഞിടുന്നുണ്ടാണ് ഇങ്ങനെ. അതുപോലെ സംസാരിക്കുന്നത് തന്നെ ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ എനിക്ക് കിട്ടുന്നുള്ളൂ. പുറകുവശത്ത് 2 കുഴി എടുത്തിട്ടുണ്ട്. നമ്മൾ തീർത്തിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അതിനകത്ത് ഇട്ട് എന്തെങ്കിലും ആരും അറിയാത്ത രീതിയിലാക്കാനുള്ള അവസ്ഥ തന്നെയായിരുന്നു ഒരു രീതി. പോലീസ് ഒരു 7-7:30 ഇരുട്ടിയ സമയത്താണ് പോലീസ് എത്തുന്നത്. ഞാൻ എത്തുന്നത് 10 മണി
കഴിഞ്ഞ് ആ 7:30 മണി വരെ ഞാൻ ഒരേ കണക്ക് ഇങ്ങനെ ചരിഞ്ഞ് ഇരിക്കുകയാണ്. കാലിങ്ങോട്ട് വലിക്കാനും പറ്റത്തില്ല, കൈയും പൊക്കാനും പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചരിഞ്ഞാണ് അങ്ങനെ ഇരുന്നത്. ആ ഒരു ചന്തിയിലാണ് ഞാൻ അങ്ങനെ ഇരുന്നത് ആ 7:30 മണി വരെ. അപ്പോൾ അവിടെ ടൈം അവിടെ പറയുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഒരു അനക്കവും ഇല്ല. അപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമെങ്കിലോ എന്നതിൽ ഞാൻ വിളിക്കാതിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇരുട്ടിയപ്പോഴത്തേക്ക് ഒരു ലൈറ്റ് തൊട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അടിക്കുന്ന കണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരല്ല, വേറെ ആരോ കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ലൈറ്റ് തൊട്ട് എൻ്റെ ഈ തറയിൽ ഇങ്ങനെ ആയിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി. അപ്പോൾ അവരിലാണെങ്കിൽ മൊബൈലിൻ്റെ വെട്ടമൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ ഈ വലിയ പ്രകാശം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറെ ആരോ കൊണ്ടാണ്. അപ്പോഴാണ് എനിക്കൊരു ഉള്ളിലൊരു ആരോ വന്ന് രക്ഷിക്കാൻ വന്ന എന്നുള്ള ഒരു ഇത് കിട്ടിയത്. അപ്പോഴേ മാറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവം നടന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ പോലീസ് എത്തിയിട്ടുണ്ട്. അവരെ വിചാരം എന്തിനാ മുകളിൽ അതിനടുത്ത് പോലീസ് എത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അവർ പോയത്. അല്ലെങ്കിൽ കുറച്ച് സമയം നിന്നായിരുന്നു. വലിയ വൈഫിനും ഭാര്യയും വന്നിരുന്ന വലിയ അപകടം ഉണ്ടായിരുന്നു. എന്നിട്ട് വൈഫിനെ കൊണ്ടുവന്നിട്ട് അതിനുശേഷം മകളെ വിളിച്ചു വരുത്താന്നുള്ള പദ്ധതിയായിരുന്നു. അപ്പം മകളെ വരപ്പെടുത്തി എന്ന് വെച്ചാൽ എന്തൊക്കെ ആയാലും രണ്ട് ദിവസം പിടിക്കും. അപ്പം അത്രയും സമയം വരെ ആരും അറിയാതെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തീർത്ത് കളഞ്ഞായിരുന്നു. എന്നെ വലിച്ചയച്ചുകൊണ്ട് വന്നത് മുട്ടിൽ വലിച്ചയച്ചുകൊണ്ട് കൊണ്ടുവന്നത്. അതെ, വലിച്ചയച്ചുകൊണ്ട് വന്നത്. കൈക്ക് ഇത് പൊട്ടൽ വന്നു. അതിന് ഇപ്പം എന്ത് കൊണ്ട് അടിച്ചതെന്ന് അറിയാമോ? അടിച്ചത് തന്നെ. കാരണം എനിക്കൊരു ഫസ്റ്റ് അടിയിൽ തന്നെ ഞാനൊരു മെന്റൽ കണക്ക് ആയിപ്പോയി. നീരാണ്. ഇപ്പോഴാണ് മാറിയത്. കാരണം വെച്ചാൽ ഒരുപാട് അടിയുണ്ട്, തലയ്ക്കൊക്കെ ഒരുപാട് അടിയുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഇത് അവരെ ഞാൻ വെറുതെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടാനുള്ള ഇതൊന്ന് ഞാൻ നോക്കിയപ്പോഴേ ആ വെപ്രളത്തിൽ അവരും നല്ല രീതിയിൽ നമുക്ക് എന്നെ അടിക്കുമല്ലോ. എങ്കിലല്ലേ എന്നെ ഉപദ്രവിച്ചാലേ ഞാൻ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. മോക്കും പേടിയുണ്ട്. പിന്നെ അവിടെ അതിനെ കൊണ്ട് ഇപ്പം ഇവിടെ വരപ്പോഴത്തേക്കിൽ കൂടുതൽ ഇത് വരുന്നത്. അവിടെ അതിനെ കൊണ്ട് അവിടെ സുരക്ഷ ഉണ്ട്. എയർപോർട്ടിലായതിനെ കൊണ്ട് സുരക്ഷ ഉണ്ട് എന്നുള്ളത് ആ ഒരു രീതിയിൽ ഇങ്ങനെ അവസ്ഥയാണ്. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉറക്കത്തിലായിരുന്നാലും ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. കണ്ണിലെ വെറുതെ ഇരിക്കപ്പോഴത്തേ അത് തന്നെയാണ് ചിന്ത വരുന്നത്. പേടിയുണ്ട്, ഉറപ്പായിട്ട് പേടിയുണ്ട്. അത് വരാതിരിക്കാനുള്ള നിയമവശം അവർ തന്നെ നമുക്ക് ആക്കി തരണം.